Good morning, all. Good morning. Good morning, ma'am. Last class, നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് ഏതായിരുന്നു? ബാരിയേഴ്സ് ഓഫ് സെലക്ഷൻ ആയിരുന്നു അല്ലെ? അല്ലെ, ബാരിയേഴ്സ് ഓഫ് സെലക്ഷൻ അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഇന്നലെ നമ്മൾ നോക്കിയത് ബാരിയേഴ്സ് ഓഫ് സെലക്ഷൻ ആയിരുന്നു. അതിൽ നമ്മൾ 4 പോയിന്റ്സ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഡൈവേഴ്സിറ്റി ഓഫ് സെലക്ഷൻ അപ്രോച്ച്. നമുക്കറിയാം ഒരുപാട് ടൈപ്സ് ഓഫ് സെലക്ഷൻ മെത്തേഡ്സ് ആൻഡ് സെലക്ഷൻ അപ്രോച്ച് ഉണ്ട്. എന്താണ് അതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു എന്താണ് സെലക്ഷൻ അപ്രോച്ച് നമുക്ക് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് പെർഫെക്റ്റ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ചേഞ്ചിങ് ഇൻ ഓർഗനൈസേഷൻ എൻവയോൺമെന്റ് ഡിഫറെന്റ് ആണ്. അതേപോലെ തന്നെ ഓരോ വ്യക്തികളും അവരുടെ എന്താണ് വർക്കിംഗ് സ്റ്റൈൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അങ്ങനെ ഒരു കാര്യമുണ്ട്. ദെൻ ടൈം ആൻഡ് കോസ്റ്റ് എക്സ്പെൻസ്. നമുക്കറിയാം സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ടൈംലി ആൻഡ് എന്താണ് എക്സ്പെൻസീവ് പ്രോസസ് ആണ്. അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് മുതൽ നമ്മൾ ആ ഒരു അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്ന വരെ നമുക്ക് ഒത്തിരി എക്സ്പെൻസ് എന്ത് വരുന്നുണ്ട്, എക്സ്പെൻസ് ഇൻകേർ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നമുക്കൊരു എന്താണ് എക്സ്പെൻസീവ് പ്രോസസ് ആണ്. പ്രിസെപ്ഷൻ എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിലപ്പോൾ അത് കറക്റ്റ് ആണെന്ന് നമുക്ക് തോന്നും. ബട്ട് മറ്റൊരാളത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിലപ്പോൾ അത് എന്താണ് കറക്റ്റ് ആയില്ല. ഓരോ വ്യക്തികളുടെയും പോയിന്റ് ഓഫ് വ്യൂ അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ഇനി അടുത്തൊരു ബാരിയർ ആണ് ഫെയർനെസ്. നമുക്ക് പരിചയമുള്ള ഒരാളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്റർവ്യൂ ചെയ്യണമെങ്കിൽ മേ ബി അവിടെ ഡിസ്ക്രിമിനേഷൻ വരാനുള്ള ചാൻസ് ഇല്ലേ? ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് എന്റെ കമ്പനിയിൽ അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഓട്ടോമാറ്റിക്കലി ആ ജോബ് വേക്കൻസിനെ കുറിച്ച് ഞാനാണ് എന്റെ ഫ്രണ്ടിനോട് പറഞ്ഞത്. അപ്ലൈ ചെയ്യാനും പറഞ്ഞത് ഞാൻ തന്നെയാണ്. സോ എനിക്കൊരു ഇന്റൻഷൻ ഉണ്ടാവില്ല എന്റെ ഫ്രണ്ടിനെ ഈ ഒരു സ്ഥാപനത്തിലേക്ക് സെലക്ട് ചെയ്യാനായിട്ട്? ഉണ്ടാവില്ലേ? ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. നമ്മളിപ്പോ ഫ്രണ്ട്സ് ആണെങ്കിൽ നമ്മൾ എന്തായാലും നമ്മുടെ ഫ്രണ്ടും കൂടി നമ്മളൊപ്പം വർക്ക് ചെയ്യണം എന്ന് നമ്മൾ വിചാരിക്കും. അപ്പോ അവിടെ ഡിസ്ക്രിമിനേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ സെലക്ഷൻ പ്രോസസ്സിൽ അവിടെ നോ ഡിസ്ക്രിമിനേഷൻ ആൻഡ് ബയാസിസ്. നമ്മൾ അങ്ങനെ വേർതിരിവ് കാണിക്കാൻ പാടില്ല, ഡിസ്ക്രിമിനേഷനും കാണിക്കാനായിട്ട് പാടില്ല. പിന്നെ ചില ഓർഗനൈസേഷൻസ് ചിലപ്പോൾ അവരുടെ കാസ്റ്റിലുള്ള ആൾക്കാരെ മാത്രമായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, റിക്രൂട്ട് ചെയ്യുന്നത്. അവരുടെ റേസിലുള്ള ആൾക്കാരെ മാത്രമേ അവർ എന്ത് ചെയ്യുള്ളൂ, റിക്രൂട്ട് ചെയ്യുള്ളൂ. പിന്നെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്നത് കൂടുതലായിട്ട് സ്ത്രീകളാണ്. കാരണം ചില ഓർഗനൈസേഷൻസ് സ്ത്രീകളെ എന്ത് ചെയ്യില്ല, അപ്പോയിന്റ് ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കില്ല. ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ഫീൽഡ് സ്ത്രീകൾക്ക്, വുമൻസിന് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഫീൽഡ് എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് ആണ്, ടീച്ചിങ് ആണ്. കാരണം ബാക്കി ഒരു നേഴ്സിംഗും അതെ, ടീച്ചിങ് അതെ, ബാക്കി ഏതെങ്കിലും ഫീൽഡ് എടുത്താൽ അവർ പ്രിഫറൻസ് കൊടുക്കുന്നത് എന്താണ്, മെൻസിനായിരിക്കുള്ളൂ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. ഇപ്പൊ നിങ്ങൾ അക്കൗണ്ടിങ് ഫീൽഡാണെന്ന് വിചാരിക്കുക. അക്കൗണ്ടന്റ് ആയിട്ട് ഒരു രണ്ട് മെൻസും അതേപോലെ ഒരു വുമണും വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഉറപ്പാണ് ആ സ്ത്രീക്ക് ആ ജോലി കിട്ടില്ല. കാരണം അവർ പ്രിഫർ ചെയ്യുന്നത് എന്തായിരിക്കും, മെൻസിനെ ആയിരിക്കും. കാരണം എന്താണ്, സ്ത്രീകളാവുമ്പോൾ സിക്ക് ലീവുകൾ കൂടുതലായിരിക്കും. മേ ബി കുട്ടികൾക്ക് വയ്യ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവർ ലീവ് കൂടുതലെടുക്കും. നമ്മള് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ടൈം ലീവ് ഒക്കെ എടുക്കും പറഞ്ഞാൽ നമ്മൾ അവരെന്ത് ചെയ്യുക, റിക്രൂട്ട് ചെയ്യില്ല. ഈ ഡിസ്ക്രിമിനേഷൻ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്. സ്ത്രീകള് ഈ എന്താ പറയുക, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എപ്പോഴും ഫേസ് ചെയ്യാറുണ്ട്. നമ്മൾ പറയും ഇന്ന് അങ്ങനെയൊന്നും ഇല്ല, ഇന്ന് രണ്ടുപേരും ഈക്വൽ ആണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മിക്ക സ്ഥാപനങ്ങളിലും ഈ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ കൂടുതലാണ്. പ്രത്യേകിച്ച് മാരീഡ് ആയിട്ടുള്ള വുമൻസ് ആണെങ്കിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ കുറച്ച് കൂടുതലായിട്ടാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. However, നോക്കട്ടെ, the fairness is a selection process where there is no discrimination and biases against any individual on the basis of religion, race, gender, etc. ഇതിന്റെയൊക്കെ ബേസിൽ നമ്മൾ ഡിസ്ക്രിമിനേഷനോ ബയാസസോ കാണിക്കാനായിട്ട് പാടില്ല. എന്തില്, സെലക്ഷൻ പ്രോസസ്സിൽ അങ്ങനെ ഒരു ബയാസസ് കാണിക്കാറുണ്ട്, ഡിസ്ക്രിമിനേഷൻ കാണിക്കാറുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല, ബാരിയർ ആണ്. However, the attempt to reduce the gap have not been very effective. അപ്പൊ ആ അറ്റംപ്റ്റ് വെച്ചാൽ ഈ ഒരു ബയാസ് ഇല്ലാതെ, ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ സെലക്ഷൻ പ്രോസസ് കണ്ടക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടി ആയിട്ടുള്ള പ്രോസസ് ആണ്. ദ ലെസ് നമ്പർ ഓഫ് വുമൻസ്, സ്ത്രീകളുടെ എണ്ണം കുറവാണ്, less number of women and other underprivileged section of the society in middle and senior management position, and open discrimination on the basis of age in job advertisement and selection process are visible examples of discrimination.
നിങ്ങളൊന്ന് നോക്കി, ഒരു മാനേജ്മെന്റ് ഫേമിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിലാണെങ്കിൽ അവിടെ സ്ത്രീകളുടെ എണ്ണം കുറവായിരിക്കും. പുരുഷന്മാരുടെ എണ്ണത്തെക്കാളും കൂടുതൽ സ്ത്രീകളുടെ എണ്ണം എന്താണ് കുറവായിരിക്കും. ലെസ് നമ്പർ ഓഫ് വുമൻസ് ആയിരിക്കും ഏതൊരു സ്ഥാപനത്തിലും ഉണ്ടാവുക. നമ്മളൊരു കമ്പനി എടുത്ത് നോക്കിയാൽ അവിടെ എന്താ പറയാ, ഡെയിലി വേജ് ആയാലും മാനേജറിയൽ പൊസിഷൻ ആയാലും എന്താണ് സ്ത്രീകളുടെ എണ്ണം കുറവായിരിക്കുള്ളൂ, പുരുഷന്മാരുടെ എണ്ണം കൂടുതലായിരിക്കും. അതേപോലെ അണ്ടർ പ്രിവിലേജ്ഡ് സെഷൻ നമുക്കറിയാലോ, അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സെഷനിൽ നിന്ന് കുറവായിരിക്കും. മിഡിൽ ആൻഡ് സീനിയർ മാനേജ്മെന്റ് പൊസിഷനിലേക്ക് വരുന്ന എംപ്ലോയീസ് കുറവായിരിക്കും. മാനേജർ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മാനേജർ, ഫിനാൻസ് മാനേജർ എന്ന് പറയുന്നത് അണ്ടർ പ്രിവിലേജ്ഡ് സെഷനിൽ നിന്ന് വരുന്ന വ്യക്തികൾ കുറവായിരിക്കും. ഒരുപാട് ഉണ്ടാവില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതേപോലെ നമ്മൾ അഡ്വർടൈസ്മെന്റിലൊക്കെ ഏജ് ഡിസ്ക്രിമിനേഷൻ കാണിക്കാറുണ്ട് ഇല്ലേ? അഡ്വർടൈസ്മെന്റ് കൊടുക്കുമ്പോൾ വാണ്ടഡ് അക്കൗണ്ടന്റ് ഒരു 25 to 40 years അവിടെ തന്നെ ഡിസ്ക്രിമിനേഷൻ ആണ്, ഏജിന്റെ ബേസിൽ ഡിസ്ക്രിമിനേഷൻ അവിടെ പ്രസന്റ് ആണ്. ആൻഡ് ഇൻ ദ സെലക്ഷൻ പ്രോസസ് ആർ വിസിബിൾ എക്സാമ്പിൾ ഓഫ് ഡിസ്ക്രിമിനേഷൻ. ഇതെല്ലാം നമ്മുടെ സെലക്ഷൻ പ്രോസസ്സിൽ കാണുന്ന, കോമൺ ആയിട്ട് കാണുന്ന വിസിബിൾ ആയിട്ടുള്ള ടൈപ്സ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ആണ്. ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നാണ് നമ്മൾ പറയുന്നത്. വൺ ഓഫ് ദ മെയിൻ ബാരിയർ ആണ് എന്ത് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാല്. പല രീതിയിൽ ഡിസ്ക്രിമിനേഷൻ കാണാറുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ജെൻഡറിന്റെ ബേസിൽ, റേസിന്റെ ബേസിൽ, റിലീജിയൻസിന്റെ ബേസിൽ ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നുണ്ട്. ഏജ് നമ്മള് ഏജിന്റെ ബേസിൽ ഡിസ്ക്രിമിനേഷൻ നിങ്ങൾ ആദ്യമായിട്ടായിട്ടുള്ള കേൾക്കുന്നത് അങ്ങനെയല്ല. ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ കമ്പനി എന്തെങ്കിലും റിക്രൂട്ട് ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കാറില്ല. അപ്പൊ ഏജിന്റെ ബേസിൽ ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം വിസിബിൾ ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷൻസ് ആണ്. ഇനി വാലിഡിറ്റി ആണ് കേട്ടോ. വാലിഡിറ്റി in order to forecast the job performance of a candidate. ഒരു കാൻഡിഡേറ്റ്സിന്റെ ജോബ് പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്ന് ഫോർകാസ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും പറ്റണമെന്നില്ല. മേ ബി അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളല്ല നമ്മൾ സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെലക്ഷൻ പ്രോസസ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ വാലിഡിറ്റി നമുക്ക് ഉറപ്പ് വരാൻ പറ്റില്ല. ദ വാലിഡിറ്റി ഓഫ് ദ ടെസ്റ്റ് ഈസ് യൂസ്ഡ്. നമ്മൾ ആ ടെസ്റ്റ് ആണ് നോക്കുന്നത്. അപ്പൊ അവരെ നമ്മൾ ഈ വാലിഡിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് അത് മാർക്ക് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു വ്യക്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യാനുണ്ട്. മേ ബി പക്ഷെ നമുക്ക് എന്താണ് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ജോബ് സക്സസ് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിന് നോളജ് ഉണ്ട്, ഓക്കെയാണ്, സ്കില്ലുണ്ട്, കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷെ അദ്ദേഹം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല. എ വാലിഡ് ടെസ്റ്റ് ക്യാൻ ഈസിലി ഫൈൻഡ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ കാൻഡിഡേറ്റ് ഹു ആർ ഏബിൾ ടു പെർഫോം വെൽ. അപ്പോ ഒരു വാലിഡ് ടെസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ഗ്യാപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. കാൻഡിഡേറ്റ്സും അവരെങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, അവർ ദോസ് ഹു ആർ നോട്ട്, ആരെല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്, ആരെല്ലാം നന്നായിട്ട് പെർഫോം ചെയ്യുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. Therefore, any validated test cannot forecast job success accurately. അതുകൊണ്ട് ടെസ്റ്റ് റിസൾട്ടുകൾ അല്ലെങ്കിൽ വാലിഡേറ്റഡ് ടെസ്റ്റുകൾ നമുക്ക് ഒരു എന്താ പറയാ ഉറപ്പ് കൊടുക്കാൻ പറ്റില്ല ആ വ്യക്തി ജോബ് സക്സസ് അച്ചീവ് ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സെലക്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലേ, നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്ക് നല്ല ക്വാളിഫിക്കേഷൻ ഒക്കെ ആൾക്കുണ്ടാവും, അദ്ദേഹത്തിന് നല്ല തിയറിറ്റിക്കൽ നോളജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ പ്രാക്ടിക്കൽ നോളജ് തീരെ കുറവായിരിക്കും. അപ്പൊ പ്രാക്ടിക്കൽ സ്കിൽസ് എങ്ങനെയായിരിക്കും കുറവായിരിക്കും. ഒരു മെഷീനെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാമെങ്കിലും പ്രാക്ടിക്കൽ നോളജ് എങ്ങനെയായിരിക്കും, ലോ ആയിരിക്കും. അപ്പൊ അദ്ദേഹത്തിന് ആ വർക്ക് ചെയ്യാൻ പറ്റുമോ, സക്സസ് ആവാൻ പറ്റുമോ, ഇല്ല, ഓട്ടോമാറ്റിക്കലി പറ്റില്ല. ഇറ്റ് ക്യാൻ ഓൺലി ഇൻക്രീസ് ദ ചാൻസ് ഓഫ് സക്സസ്. ആ വാലിഡ് ടെസ്റ്റുകൾ ചാൻസ് ഓഫ് സക്സസ്, മേ ബി അദ്ദേഹം സക്സസ് ആകാം, ആ ഒരു ചാൻസ് മാത്രമാണ് അവിടെ വരുന്നത്. ഇറ്റ് ക്യാൻ ഓൺലി ഇൻക്രീസ് ദ ചാൻസ് ഓഫ് സക്സസ്. സക്സസ് കൂട്ടാനുള്ള ഒരു മാർഗം മാത്രമാണ് എന്ത്, വാലിഡിറ്റി, നമ്മുടെ ടെസ്റ്റുകൾ, വാലിഡിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി റിയലബിലിറ്റി ആണ് കേട്ടോ. An interview is said to be reliable only when it is generated consistent result again and again in simultaneous situation. നമുക്ക് ഒരു ഇന്റർവ്യൂ റിയലബിൾ ആണ്, വിശ്വസിക്കാൻ പറ്റുന്നതാണ് എന്നെങ്ങനെ ഉറപ്പുവരുത്താൻ പറ്റുക, നമ്മൾ ആ ടെസ്റ്റ് വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ സെയിം റിസൾട്ട് ആണ് കിട്ടുന്നതെങ്കിൽ നമ്മുടെ ഇന്റർവ്യൂ എങ്ങനെയാണ്, സക്സസ് ആണ്. സിമിലർ ടു എ വാലിഡേറ്റഡ് ടെസ്റ്റ്, എ റിയലബിൾ ടെസ്റ്റ് മേ fall short to forecast ജോബ് പെർഫോമൻസ് ആക്യുറേറ്റ്ലി. നമുക്ക് ഒരു വാലിഡ് ടെസ്റ്റ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു റിയലബിൾ ടെസ്റ്റ് കണ്ടക്ട് ചെയ്താലും നമുക്ക് ആ ഒരു വ്യക്തിയുടെ ജോബ് പെർഫോമൻസ് ഇങ്ങനെ ആയിരിക്കാമെന്ന് ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് അദ്ദേഹത്തിന്റെ മാർക്കും ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. മേ ബി അദ്ദേഹം സക്സസ് ആകാം, അത്രേ ഉള്ളൂ. കറക്റ്റ് പെർഫെക്റ്റ് സക്സസ് ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല, ആകാം, അതൊരു ഫ്യൂച്ചർ ആണ്, ഡിപ്പെൻഡ്സ് ഓൺ ഫ്യൂച്ചർ. ചാൻസ് ഓഫ് സക്സസ് മാത്രമാണ് അവിടെ ഉള്ളത്. ഇനി
സെലക്ടേഴ്സ് അല്ലെങ്കിൽ ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തികളുടെ മേലെ പ്രഷർ ഉണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട്, ഞാനാണ് ഇന്റർവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്, ഞാൻ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാൻ പോകണം. അപ്പൊ എന്റെ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറയാണ്, ഫ്രണ്ടിന്റെ പരിചയത്തിലുള്ള ആള് ഇന്ന് നമ്മുടെ കമ്പനിയിൽ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, അത് എന്ത് ചെയ്യുന്നുണ്ട്, അറ്റൻഡ് ചെയ്യുന്നുണ്ട്, നീ എങ്ങനെയെങ്കിലും അവന് ആ ജോലി ഒന്ന് ശരിയാക്കി കൊടുക്കണം എന്ന് എന്റെ ഫ്രണ്ട് പറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എനിക്ക് പ്രഷർ വന്നില്ലേ. കാരണം എന്താണ്, എനിക്ക് ആ വ്യക്തിയെ തന്നെ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. എനിക്കപ്പോ കറക്റ്റ് ആയിട്ട് സെലക്ഷൻ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യാൻ പറ്റുമോ? എനിക്ക് ആപ്റ്റ് ആയിട്ടുള്ള വ്യക്തിനെ സെലക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇല്ല. ഓൾറെഡി എന്താണ്, എനിക്ക് പ്രഷർ വന്നു. മേ ബി അത് ഇപ്പൊ ഞാൻ പറഞ്ഞ കേസിൽ ഫ്രണ്ടാണ്. നമ്മളിപ്പോ ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ഒക്കെ ആണെങ്കിൽ പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് കൂടുതലായിരിക്കും. പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ പാർട്ടി ലീഡേഴ്സ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ഇല്ലേ? പാർട്ടി ലീഡേഴ്സിന്റെ ലെറ്റർ ഒക്കെ ആയിട്ടൊക്കെ വരും. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആരെ സെലക്ട് ചെയ്യേണ്ടി വരും, ആ ഒരു ലെറ്റർ ഹെഡ് അല്ലെങ്കിൽ ലെറ്റർ കൊണ്ടുവരുന്ന വ്യക്തിനെ സെലക്ട് ചെയ്യേണ്ടി വരും. ഓർ നമ്മുടെ റിലേറ്റീവ്സിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രഷർ ഉണ്ടാവാറുണ്ട്. ഓർ ബ്യൂറോക്രാറ്റ് അങ്ങനെ ഡിഫറെന്റ് പേഴ്സൺസിന് നമ്മൾ സെലക്ഷൻ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരാറുണ്ട്, പ്രഷർ വരാറുണ്ട്. അപ്പൊ ഒരു വ്യക്തിക്ക് ഇങ്ങനെ പ്രഷർ ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് സെലക്ഷൻ കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് വേണ്ടത് റൈറ്റ് പേഴ്സൺ ആണ്. ആ ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിനെയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് ആ റൈറ്റ് പേഴ്സണെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കറക്റ്റ് ആയിട്ട് നമുക്കത് സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. കാരണം നമ്മുടെ മൈൻഡിലൊക്കെ എന്തായിരിക്കും, നമുക്ക് ഇന്നൊരു വ്യക്തിനെ സെലക്ട് ചെയ്യണം. അപ്പം നമ്മുടെ പ്രഷർ എങ്ങനെയായിരിക്കും, ആ ഒരു വ്യക്തിനെ സെലക്ട് ചെയ്യണം എന്നുള്ള ഒരു ഇതായിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്, ഇന്റൻഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. കറക്റ്റ് ആയിട്ട് നമുക്ക് സെലക്ഷൻ കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. Sometimes candidates are selected only because of the pressure created on selectors. സെലക്ടേഴ്സിന്റെ മേലെ നമ്മൾ പ്രഷർ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോഴായിരിക്കും ഈ കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. ബൈ ദ പൊളിറ്റീഷ്യൻ, ബ്യൂറോക്രാറ്റ്, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് ഓർ പിയേഴ്സ് ഫോർ ദ സെലക്ഷൻ പ്രോസസ്. ഡിഫറെന്റ് പേഴ്സൺസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരിൽ നിന്ന് ഇൻഫ്ലുവൻസ് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സെലക്ഷൻ പ്രോസസ്സ് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു കാൻഡിഡേറ്റ്സിനെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഒബ്വിയസ്ലി ദ കാൻഡിഡേറ്റ്സ് സെലക്ടഡ് ആർ നോട്ട് വെൽ ഫിറ്റ് ഫോർ ദ ജോബ്. നമുക്കറിയാം ആ ഒരു കാൻഡിഡേറ്റ്സ് നമ്മൾ ആ ജോബിന് ഫിറ്റ് ആവണം തന്നെയില്ല, മേ ബി ക്വാളിഫിക്കേഷൻ പോലും ഉണ്ടാവില്ല. ജനറലി ദ സെലക്ഷൻ മീറ്റിംഗ് of the public sector undertaking take place because of this pressure. നമുക്കറിയാം പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗിൽ ഈ സെലക്ഷൻ മീറ്റിംഗ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ ഈ ഒരു പ്രഷർ അവർ എന്ത് ചെയ്യുന്നുണ്ട്, അഫക്ട് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊരു എക്സാമ്പിൾ പറയാണ്, കോപ്പറേറ്റീവ് സൊസൈറ്റിയിലൊക്കെ ജോലിക്ക് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രഷർ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് കൂടുതലായിരിക്കും. അവിടെ ആ ഒരു ജോബ്, ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാല് മേ ബി ആ ഒരു ബാങ്കിന്റെ എന്താ പറയാ, ബാങ്ക് ഏതൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ കീഴിലാണോ ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഉള്ളൊരു കാൻഡിഡേറ്റ്സിനെ ആയിരിക്കും അല്ലെങ്കിൽ ആപ്ലിക്കന്റിനെ ആയിരിക്കും അവർ സെലക്ട് ചെയ്യുക. അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ആ കാൻഡിഡേറ്റ്സിനേക്ക് സെലക്ട് ചെയ്യാം. ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് കറപ്ഷൻസ് നടക്കുന്നുണ്ട്. അതൊരു സെലക്ഷന്റെ പ്രോസസ്സിൽ ആ ഒരു പ്രഷർ അവരെന്ത് ചെയ്യുന്നുണ്ട്, അഫക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം മേ ബി നമ്മള് ഇപ്പൊ ഒരു കോപ്പറേറ്റീവ് ബാങ്കിന്റെ എക്സാം എഴുതി വെയിറ്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ ജസ്റ്റ് ചിലപ്പോൾ 1 പോയിന്റിനോ മറ്റെന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞിട്ട് അവർക്ക് പോലും ജോലി കൊടുക്കാണ്ട് മറ്റു വ്യക്തികൾക്ക്, ആ പാർട്ടിയിലെ കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ള വ്യക്തികൾക്ക് ജോലി കിട്ടാറുണ്ട്. അത് ഇപ്പൊ റിയാലിറ്റി ആണ്, നമ്മളത് ഫേസ് ചെയ്യുക, റിയാലിറ്റി ആണ്, എല്ലാവരും നടക്കുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ ആ ബാരിയേഴ്സ് ഒന്ന് ബാക്കിയുള്ള 4 പോയിന്റ്സ് ഒന്ന് റീഡ് ചെയ്യോ?
വായിച്ചു നോക്കിയോ 4 പോയിന്റ്സ്? കുറെ നാളായിട്ട് നമ്മള് ഈ സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റിലൊക്കെ ആയിരുന്നു അല്ലെ, ഒരു വലിയ ചാപ്റ്റർ ആയിരുന്നു. ചാപ്റ്ററിന്റെ അവസാനത്തെ പോർഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് റിക്രൂട്ട്മെന്റ് എന്താണ്, സെലക്ഷൻ എന്താണ്, ലാസ്റ്റ് കുറെ ക്ലാസ്സുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യായിരുന്നു, ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ അവസാനത്തെ പോർഷനിലേക്ക് എത്തി. അവസാനത്തെ പോർഷൻ പറഞ്ഞാൽ ഈ ടോപ്പിക് കഴിഞ്ഞ സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് കഴിഞ്ഞ് ഇനി 2 ടോപ്പിക്കും കൂടെ ഉള്ളൂ. ഓക്കെ, 2 ടോപ്പിക്കും കൂടി കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവാണ്. ദെൻ നമ്മൾ നോക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ ആണ്. അപ്പൊ സെലക്ഷനും റിക്രൂട്ട്മെന്റും നമുക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ഡിഫറൻസും കൂടി നമുക്കൊന്ന് നോക്കാം. ഡിഫറൻസ് എന്ന് പറഞ്ഞാല് റിക്രൂട്ട്മെന്റ് സെലക്ഷൻ പ്രോസസ്സിന് മുമ്പ് കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അല്ലെ. റിക്രൂട്ട്മെന്റ് ഈസ് ഓൾവേസ് കണ്ടക്ടഡ് ബിഫോർ ദ സെലക്ഷൻ പ്രോസസ്. സെലക്ഷൻ പ്രോസസ്സിന് മുമ്പാണ് എന്ത് കണ്ടക്ട് ചെയ്യുന്നത്, റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഇനി സെലക്ഷൻ എപ്പോഴാണ്, ആഫ്റ്റർ ദ റിക്രൂട്ട്മെന്റ്. റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് കണ്ടക്ട് ചെയ്യുന്നത്, സെലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് പോയിന്റ് ആണ് സീക്വൻസ്. റിക്രൂട്ട്മെന്റ് ഈസ് ഓൾവേസ് കണ്ടക്ടഡ് before the selection process and selection is always conducted after the recruitment process. അപ്പോ റിക്രൂട്ട്മെന്റ് ആണ് ഫസ്റ്റ് നടക്കുന്നത്, റിക്രൂട്ട്മെന്റ് ശേഷമാണ് സെലക്ഷൻ വരുന്നത്. സെലക്ഷന് മുമ്പ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ്. ഇത് ബിഫോറും ആഫ്റ്ററും ഒന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ. എന്താണ്, ബിഫോർ ആണ് സെലക്ഷന് മുമ്പാണ് എന്ത് കണ്ടക്ട് ചെയ്യുന്നത്, റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. റിക്രൂട്ട്മെന്റ് ശേഷമാണ് എന്ത് സെലക്ഷൻ വരുന്നത്. മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ് റിക്രൂട്ട്മെന്റിന്റെ, ഒരുപാട് ആപ്ലിക്കേഷൻ, മാക്സിമം നമ്പർ ഓഫ് പൊട്ടൻഷ്യൽ ആപ്ലിക്കേഷൻസ് എന്ത് ചെയ്യുക, ക്യൂർ ചെയ്യാന്നാണ് എന്തിന്റെ ഒബ്ജക്റ്റീവ്, റിക്രൂട്ട്മെന്റ് ഒബ്ജക്റ്റീവ്. സെലക്ഷനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്, സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ അത്ര ആപ്ലിക്കേഷനിൽ നിന്ന് ഏറ്റവും മോസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാം. സെലക്ട് ദ മോസ്റ്റ് അല്ലെങ്കിൽ ബെസ്റ്റ് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്. ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. അപ്പോൾ the main objectives of recruitment is to attract maximum number of potential applicants in order to get a large applications. Maximum number of potential applicants നെ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് റിസീവ് ചെയ്യാനാണ് റിക്രൂട്ട്മെന്റിന്റെ പ്രോസസ് എങ്കിൽ, സെലക്ഷനെ സംബന്ധിച്ച് ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാം. ചൂസ് ദ ബെസ്റ്റ് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സ്. അപ്പൊ നമ്മൾ അത്രയും ആപ്ലിക്കേഷനിൽ നിന്ന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. ഓക്കെ അല്ലേ?
ആ 2 പോയിന്റ് ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ദെൻ നമ്മൾ പറഞ്ഞു റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പോസിറ്റീവ് പ്രോസസ് ആണ് അല്ലെ? ഒരു പോസിറ്റീവ് പ്രോസസ് ആണ് എന്ത്? റിക്രൂട്ട്മെന്റ്. ഓട്ടോമാറ്റിക്കലി സെലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു നെഗറ്റീവ് പ്രോസസ് ആണ്. റിക്രൂട്ട്മെന്റിൽ നമ്മൾ ആപ്ലിക്കേഷൻസ് എല്ലാവരുടെ കയ്യിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? സ്വീകരിക്കുന്നുണ്ട്. റിക്രൂട്ട്മെന്റിൽ നമ്മൾ എല്ലാവരുടെ കയ്യിൽ നിന്നും എന്താ സ്വീകരിക്കുന്നുണ്ട്? ആപ്ലിക്കേഷൻസ് സ്വീകരിക്കുന്നുണ്ട്. സെലക്ഷന്റെ സമയത്ത് സെലക്ഷൻ ഒരു നെഗറ്റീവ് പ്രോസസ് ആണ് എന്ന് പറയാനായിട്ടുള്ള കാരണം നമ്മൾ ആ ലാർജ് നമ്പർ ഓഫ് ആപ്ലിക്കൻസിൽ നിന്ന് ഫ്യൂ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കൻസിനെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? സെലക്ട് ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാ ആപ്ലിക്കേഷൻസും എന്ത് ചെയ്യാണ്? റിജക്ട് ചെയ്യാണ്. നമുക്ക് നോക്കാം പ്രോസസ് എങ്ങനെയാണെന്ന്. റിക്രൂട്ട്മെന്റ് ഈസ് ഓൾസോ കോൾഡ് എ പോസിറ്റീവ് പ്രോസസ്. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് പ്രോസസ് ആണ്. ബിക്കോസ് ഇറ്റ് ഇൻവോൾവ് ദ പ്രോസസ് ഓഫ് ജനറേറ്റിംഗ് എ ലാർജ് പൂൾ ഓഫ് ആപ്ലിക്കേഷൻസ്. ലാർജ് പൂൾ ഓഫ് ആപ്ലിക്കേഷൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? ജനറേറ്റ് ചെയ്യാണ്. റിക്രൂട്ട്മെന്റിൽ ജനറേറ്റ് ചെയ്യാണ്. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ ഒരു പോസിറ്റീവ് പ്രോസസ് ആണ്. ഇറ്റ് ഇൻവോൾവ്സ് ദ പ്രോസസ് ഓഫ് ജനറേറ്റിംഗ് എ ലാർജ് പൂൾ ഓഫ് ആപ്ലിക്കേഷൻ. നമുക്ക് എത്ര മാക്സിമം നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് കിട്ടും അത്രയും ആപ്ലിക്കേഷൻസ് എന്ത് ചെയ്യുക? റിസീവ് ചെയ്യാന്നുള്ളതാണ് എന്തില്? റിക്രൂട്ട്മെന്റിൽ വരുന്നത്. സെലക്ഷൻ ഈസ് എ നെഗറ്റീവ് പ്രോസസ്. സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നെഗറ്റീവ് പ്രോസസ് ആണ്. ബിക്കോസ് ഇറ്റ് ഇൻവോൾവ്സ് ദ പ്രോസസ് വിച്ച് റിജക്ട് എ ലാർജ് നമ്പർ ഓഫ് applicants and only few best applicants are selected for the job. Selection ആണ് ഒരു നെഗറ്റീവ് പ്രോസസ് ആണ്. നമുക്ക് കിട്ടിയ ആപ്ലിക്കേഷൻ ആ ലാർജ് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ജസ്റ്റ് ഫ്യൂ നമ്പർ ഓഫ് ബെസ്റ്റ് ആപ്ലിക്കൻസിനെ മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള ആപ്ലിക്കൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? റിജക്ട് ചെയ്യാണ്. അതുകൊണ്ട് സെലക്ഷൻ ഒരു നെഗറ്റീവ് പ്രോസസ് ആണ്. റിക്രൂട്ട്മെന്റ് ഒരു പോസിറ്റീവ് പ്രോസസ് ആണ്. ഓക്കെ. ഇനി മെത്തേഡ് ആണ്. റിക്രൂട്ട്മെന്റിന് ഇത്ര മെത്തേഡ് അങ്ങനെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള മെത്തേഡ്സ് ഒന്നുമില്ല. സിമ്പിൾ ആണ്. അഡ്വർടൈസ്മെന്റ് കൊടുക്കുക, ആപ്ലിക്കേഷൻസ് റിസീവ് ചെയ്യാം. ഹൈലി സ്കിൽഡ് പേഴ്സൺസ് ഒന്നും എന്തിനു വേണ്ട? റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന് വേണ്ട. നമ്മൾ സെലക്ഷനിലേക്ക് വരാണെങ്കിൽ വെരി സ്പെഷ്യലൈസ്ഡ് മെത്തേഡ്സ് നമുക്ക് വേണം. നമ്മൾ പഠിച്ചു സെലക്ഷൻ ടെസ്റ്റ്, ഇന്റർവ്യൂസ്, എത്ര ടൈപ്സ് ഓഫ് ഇന്റർവ്യൂസ്, എത്ര ടൈപ്സ് ഓഫ് സെലക്ഷൻസ് കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സ്പെഷ്യലൈസ്ഡ് മെത്തേഡ്സ് ഉണ്ട്. അതേപോലെ സെലക്ഷൻ കണ്ടക്ട് ചെയ്യുന്ന വ്യക്തികൾക്ക് സ്കിൽഡ് പേഴ്സൺസ് ആയിരിക്കണം. ലൈക്ക് എക്സ്പേർട്ട് ഓഫ് സെലക്ഷൻ ടെസ്റ്റ്, കണ്ടക്ടിങ് ഇന്റർവ്യൂ ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? സെലക്ഷൻ പ്രോസസ് ചെയ്യേണ്ടത്. ഓക്കെ. മെത്തേഡ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആർ നോട്ട് വെരി കോംപ്രിഹെൻസീവ്. ഭയങ്കരമായിട്ട് കോംപ്രിഹെൻസീവോ കോംപ്ലിക്കേറ്റഡോ ഒന്നും അല്ല. ആൻഡ് ദെയർഫോർ ഈസ് നോ മോർ എ റിക്രൂട്ട്മെന്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഹൈലി സ്കിൽഡ് പേഴ്സൺ. അതുകൊണ്ട് തന്നെ റിക്രൂട്ട്മെന്റിന് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിക്വയർമെന്റ് ഓഫ് നമുക്ക് അവിടെ റിക്വയർമെന്റ് ഇല്ല. ഹൈലി സ്കിൽഡ് പേഴ്സൺസിന് റിക്വയർമെന്റ്സ് ഇല്ല. നമുക്ക് ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ് ചെയ്യാനായിട്ട് ഹൈലി ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. ബട്ട് നമ്മൾ സെലക്ഷനിലേക്ക് വരുമ്പോൾ വെരി സ്പെഷ്യലൈസ്ഡ് മെത്തേഡ്സ് ആർ റിക്വയർഡ് ഇൻ സെലക്ഷൻ പ്രോസസ്. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള മെത്തേഡ്സ് ഇതില് യൂസ് ചെയ്യുന്നുണ്ട്, സെലക്ഷൻ പ്രോസസ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. Therefore, in this process, അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോസസ്സിൽ only skilled persons like experts of selection test, conducting interview, etc. are considered. അതുകൊണ്ട് very specialized method ആണ് സെലക്ഷൻ പ്രോസസ്സിന് യൂസ് ചെയ്യുന്നത്. സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും. അവര് ലൈക്ക് എക്സ്പേർട്ട് ഓഫ് സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ എക്സ്പേർട്ട് ആയിരിക്കണം. ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാനായിട്ട് അവർക്ക് എക്സ്പേർട്ട് ആയിരിക്കണം. അങ്ങനെയുള്ളവരെ ആയിരിക്കും നമ്മൾ സെലക്ഷൻ പ്രോസസ്സ് എന്ത് ചെയ്യുന്നത്? കണ്ടക്ട് ചെയ്യുന്നത്. ഇനി റിക്രൂട്ട്മെന്റിന്റെ സമയത്ത് സർവീസ് കോൺട്രാക്ട് ഒന്നുമില്ല. കാരണം എന്താണ്? റിക്രൂട്ട്മെന്റ് സമയത്ത് നമ്മൾ ആപ്ലിക്കേഷൻസ് മാത്രമാണ് സ്വീകരിക്കുന്നത്. പക്ഷെ സെലക്ട് ചെയ്തതിന് ശേഷം ഒരു കാൻഡിഡേറ്റ്സിനെ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് സർവീസ് കോൺട്രാക്റ്റിൽ ഏർപ്പെടും. എന്ന് വെച്ചാൽ എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ ഒരു സർവീസ് കോൺട്രാക്ട്, എംപ്ലോയ്മെന്റ് എഗ്രിമെന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഒപ്പുവെക്കും, അല്ലെങ്കിൽ സൈൻ ചെയ്യും. ഓക്കെ, നോക്കാം. സർവീസ് കോൺട്രാക്ട് ആണ്. സർവീസ് കോൺട്രാക്ട് ആർ നോട്ട് ദ ഔട്ട്കം ഓഫ് റിക്രൂട്ട്മെന്റ് പ്രോസസ്. സർവീസ് കോൺട്രാക്ട് എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ ഔട്ട്കം അല്ല. സർവീസ് കോൺട്രാക്ട് എന്ന് പറയുന്നത് സെലക്ഷന്റെ ഔട്ട്കം ആണ്. There is a service contract between the employer and the employee, the selected candidates. Selected candidates എംപ്ലോയിയും എംപ്ലോയറും തമ്മിൽ ഒരു സർവീസ് കോൺട്രാക്ട് ഉണ്ടാവും.
എന്നുവെച്ചാൽ റിക്രൂട്ട്മെന്റ് സമയത്ത് സർവീസ് കോൺട്രാക്ട് ഒന്നുമില്ല. സെലക്ഷന്റെ ശേഷം ഒരു കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്തതിനു ശേഷം അവിടെ എംപ്ലോയറും കാൻഡിഡേറ്റ്സും തമ്മിലൊരു സർവീസ് കോൺട്രാക്ട് സൈൻ ചെയ്യും. എന്താണ് സർവീസ് കോൺട്രാക്ട്, എന്താണ് എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് എന്നൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സുകളിലായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി റിക്രൂട്ട്മെന്റിന്റെ ഫൈനൽ റിസൾട്ട് എന്താണ്? ലാർജ് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് റിസീവ് ചെയ്യാനാണ് റിക്രൂട്ട്മെന്റ് ഫൈനൽ റിസൾട്ട്. സെലക്ഷന്റെ റിസൾട്ട് എന്താണ്? സെലക്ട് ദ ഫൈനൽ കാൻഡിഡേറ്റ്സ് ഹു വിൽ ഗെറ്റ് ദ ജോബ് ഓഫർ. അപ്പോൾ ഫൈനൽ നമുക്ക് ബെസ്റ്റ് കാൻഡിഡേറ്റ്സിന് ആ ജോബ് പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ് സെലക്ഷന്റെ ഫൈനൽ പ്രോസസ് എന്ന് പറയുന്നത്. റിക്രൂട്ട്മെന്റ് റിസൾട്ട് in pool of application which serves as input for the process of selection. Recruitment എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും നമ്പർ ഓഫ് ആപ്ലിക്കേഷന്റെ ആ ഒരു പൂൾ, ആ ഒരു സെലക്ഷൻ, ആ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യാം, കളക്ട് ചെയ്യാം. അത്രയും റിക്രൂട്ട്മെന്റ് ആപ്ലിക്കേഷൻസ് കളക്ട് ചെയ്യാം. സെലക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ സെലക്ഷൻ പ്രോസസ് ഇൻ ദ ഫോം ഓഫ് സെലക്ടിങ് ഫൈനൽ കാൻഡിഡേറ്റ് ഹു വിൽ ഗെറ്റ് ദ ജോബ് ഓഫർ. സെലക്ഷന്റെ ഫൈനൽ റിസൾട്ട് എന്താണ്? നമ്മൾ ഫൈനൽ ആയിട്ട് ആ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാം, അവർക്ക് എന്ത് കൊടുക്കുക, ജോബ് ഓഫർ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ പറയാം റിക്രൂട്ട്മെന്റ് സെലക്ഷൻ ആണ് നമ്മൾ പറഞ്ഞത്. റിക്രൂട്ട്മെന്റ് ബിഫോർ ആണ്, സെലക്ഷന് മുമ്പ് കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ്. റിക്രൂട്ട്മെന്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ മാക്സിമം നമ്പർ ഓഫ് പൊട്ടൻഷ്യൽ ആപ്ലിക്കേഷൻസ് റിസീവ് ചെയ്യാന്നുള്ളതാണ്. ഒരു പോസിറ്റീവ് ഫംഗ്ഷൻ ആണ്. നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡ്സ്, കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള മെത്തേഡ്സ് ഒന്നും റിക്രൂട്ട്മെന്റിൽ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഒന്നും വേണ്ട. റിക്രൂട്ട്മെന്റ് സമയത്ത് സർവീസ് കോൺട്രാക്ട് ഒന്നുമില്ല. അതേപോലെ റിക്രൂട്ട്മെന്റിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ലാർജ് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് റിസീവ് ചെയ്യുക എന്ന് മാത്രമാണ്. സെലക്ഷൻ എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റിന് ശേഷം കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് സെലക്ഷൻ. റിക്രൂട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന പ്രോസസ് ആണ് സെലക്ഷൻ. ഇവിടെ നമ്മൾ ചൂസ് ചെയ്യാണ് ബെസ്റ്റ് കാൻഡിഡേറ്റ്സ്. നമുക്ക് റിക്രൂട്ട്മെന്റ് സമയത്ത് ഒരുപാട് ആപ്ലിക്കേഷൻസ് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് നമ്മൾ എന്ത് ചെയ്യാണ്, ചൂസ് ചെയ്യാണ്. സെലക്ഷൻ ഒരു നെഗറ്റീവ് പ്രോസസ് ആണ്. കാരണം നമുക്ക് കിട്ടിയിരിക്കുന്ന ആപ്ലിക്കേഷനിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കൻസിനെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, സെലക്ട് ചെയ്യുള്ളൂ. ബാക്കി എല്ലാ ആപ്ലിക്കേഷൻസും നമ്മൾ എന്ത് ചെയ്യും, റിജക്ട് ചെയ്യും. അതുകൊണ്ട് സെലക്ഷൻ ഒരു നെഗറ്റീവ് പ്രോസസ് ആണ്. സെലക്ഷൻ കണ്ടക്ട് ചെയ്യാൻ വെരി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. അതേപോലെ തന്നെ സെലക്ഷൻ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യാനായിട്ട് എന്താണ്, സ്കിൽഡ് പേഴ്സൺസ് വേണം. അതേപോലെ തന്നെ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാനും സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാനും സ്കിൽഡ് പേഴ്സൺസ് വേണം. There is a service contract between employer and employee. നമ്മൾ ഒരു സെലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ ഒരു സർവീസ് കോൺട്രാക്ട് എന്ത് ചെയ്യും, സൈൻ ചെയ്യും. ഓക്കെ, സെലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സെലക്ഷൻ പ്രോസസ് റിസൾട്ട് ഈസ് ദ ഫോം ഓഫ് ഫൈനൽ കാൻഡിഡേറ്റ്സ് ടു ജോബ് ഓഫർ, ഗെറ്റിംഗ് ദ ജോബ് ഓഫർ. സെലക്ഷന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ആ കാൻഡിഡേറ്റ്സിന് ജോബ് ഓഫർ പ്രൊവൈഡ് ചെയ്യാമെന്നാണ് സെലക്ഷന്റെ ഫൈനൽ റിസൾട്ട് അല്ലെങ്കിൽ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. സെലക്ഷൻ പ്രോസസ് അവിടെ വെച്ച് കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ, ഒന്ന് ഡിഫറൻസ് ബിറ്റ്വീൻ സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് എന്ന് വായിക്കോ. എന്നിട്ട് 6 ഡിഫറൻസും ഒന്ന് നോക്കോ. Yes.
റീഡ് ചെയ്ത് നോക്കിയാ? നോക്കിയോ? റീഡ് ചെയ്ത് ക്ലിയർ ആണോ? റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ ഇത്രയും നാൾ നമ്മൾ കവർ ചെയ്ത് എന്തായിരുന്നു? റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ എന്ന് പറയുന്ന പോർഷൻ ആയിരുന്നു നമ്മള് നമ്മുടെ പോർഷൻ അല്ലെ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പോർഷനിലേക്ക് വരാണ്. നമ്മൾ എന്ത് ചെയ്തു? റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്തു, ആപ്ലിക്കേഷൻസ് ഒക്കെ റിസീവ് ചെയ്തു, ഡിഫറെന്റ് സെലക്ഷൻ മെത്തേഡിലൂടെ അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്തു. അവർക്ക് നമ്മൾ എന്ത് കൊടുത്തു? ജോബ് ഓഫർ കൊടുത്തു. അത് കഴിഞ്ഞ് എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. ദെൻ നമ്മൾ എന്ത് ചെയ്തു? എന്താണ് അത്രയും കാര്യങ്ങൾ ചെയ്തു. ജോബ് ഓഫർ കൊടുത്തു. ആ കാൻഡിഡേറ്റ്സ് നമ്മുടെ ഓർഗനൈസേഷനിൽ വന്ന് എന്ത് ചെയ്തു? ജോയിൻ ചെയ്തു. ഇനി പുതിയ കാൻഡിഡേറ്റ്സ് നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് വരുമ്പോൾ ആ കാൻഡിഡേറ്റ്സിന് നമ്മുടെ ഓർഗനൈസേഷൻ എൻവയോൺമെന്റ് ഫെമിലിയർ ആക്കണ്ടേ? നമ്മൾ പുതിയതായിട്ട് സ്ഥാപനത്തിലേക്ക് വർക്ക് ചെയ്യാനായിട്ട് പോകുമ്പോൾ ആ ഓർഗനൈസേഷന്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്തോണ്ട് തന്നെ ഫെമിലറൈസ് ചെയ്ത് തന്നെ വെച്ചാൽ നമുക്ക് പരിചയപ്പെടുത്തി തന്നെ, ഓക്കെ, ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഓർഗനൈസേഷൻസ് കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? ഇൻജക്ഷൻ അല്ലെങ്കിൽ ഓറിയന്റേഷൻ എന്ന് പറയും. എന്താണ് ഇൻജക്ഷൻ അല്ലെങ്കിൽ ഓറിയന്റേഷൻ എന്ന് പറയും കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ന്യൂ എംപ്ലോയിനെ പ്രസന്റ് എംപ്ലോയീസ് ആയിട്ടും പ്രസന്റ് എംപ്ലോയീസിന്റെ നമ്മളെന്താ പറയാ ഓർഗനൈസേഷൻ പ്രാക്ടീസ് ഒക്കെ ആയിട്ട് ഒന്ന് ഫെമിലറൈസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡ്യൂഷൻ അല്ലെങ്കിൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്തെല്ലാം കാര്യങ്ങളാണ് എന്ന് വെച്ചാൽ കമ്പനിയെ കുറിച്ചിട്ട്, കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, നമ്മൾ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രിക്കോഷൻസ് എന്തെല്ലാം കാര്യങ്ങൾ എടുക്കണം, കമ്പനിയുടെ പോളിസീസ് മെഷേഴ്സ് കാര്യങ്ങൾ എങ്ങനെയാണ്, അതേപോലെ
നമ്മുടെ സ്ട്രക്ചർ, ഓർഗനൈസേഷൻ സ്ട്രക്ചേഴ്സ്, ലെവൽസ്, ഡിപ്പാർട്ട്മെന്റ്സ്, അതേപോലെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സുകള്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കമ്പനിയെ കുറിച്ചിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മളായിട്ട് ഷെയർ ചെയ്യും. ഈ ഒരു പ്രോസസ്സാണ് എന്ത് ഇൻജെക്ഷൻ അല്ലെങ്കിൽ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാല്. നമ്മൾ ഒരു സ്ഥാപനത്തിലേക്ക് ആദ്യമായിട്ട് പോകുമ്പോൾ നമുക്ക് എന്തായാലും ഒരു പേടി ഉണ്ടാവും. എന്ന് വെച്ചാൽ ഒരു നെർവസ്നെസ് എന്തായാലും ഉണ്ടാവും, ഒരു ഭയം ഉണ്ടാവും. കാരണം അവിടെ എങ്ങനെയാണ് അവിടുത്തെ എംപ്ലോയീസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കോ എന്നൊക്കെ ഉള്ള ഒരു ചെറിയ ഭയം ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പൊ അതെല്ലാം മാറ്റാൻ വേണ്ടിയിട്ടാണ് എല്ലാ കമ്പനീസും ഈ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ആ ഒരു എംപ്ലോയിനെ നമ്മുടെ കമ്പനിയിൽ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഒരു നല്ല ഓറിയന്റേഷൻ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ആ കമ്പനിയിൽ നമുക്ക് ആ എംപ്ലോയിനെ എന്ത് ചെയ്യാൻ നിലനിർത്താനായിട്ട് പറ്റും. ഓറിയന്റേഷൻ പ്രോസസ്സിൽ നമുക്ക് ട്രെയിനിങ്, കുറെ കാര്യങ്ങൾ പറയാം, ട്രെയിനിങ് കൊടുക്കാം. നമുക്ക് അദ്ദേഹത്തിന് സെലക്ട് ചെയ്തപ്പോ അദ്ദേഹത്തിന് എക്സ്ട്രാ നോളജോ കാര്യങ്ങളോ വേണോ എങ്കിൽ അതിന് വേണ്ട ഓറിയന്റേഷൻ ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാംസുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഇൻജെക്ഷൻ അല്ലെങ്കിൽ ഓറിയന്റേഷൻ. മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഓറിയന്റേഷൻ: ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ന്യൂ എംപ്ലോയീസ് ഫെമിലിയർ വിത്ത് ദ പ്രസന്റ് എംപ്ലോയീസ്. പുതിയ എംപ്ലോയീസിനെ പഴയ എംപ്ലോയീസ് ആയിട്ട് ഫെമിലിയറൈസ് ചെയ്യണം, പരിചയപ്പെടുത്തി കൊടുക്കാണ്. ആൻഡ് ദ പ്രസന്റ് എംപ്ലോയീസ് ആൻഡ് ദ പ്രാക്ടീസ് ഓഫ് ദ ഓർഗനൈസേഷൻ. അപ്പോൾ പ്രസന്റ് എംപ്ലോയീസ് ആയിട്ടും അവരുടെ പ്രാക്ടീസ്, ഓർഗനൈസേഷനിലുള്ള പ്രാക്ടീസ് ഒക്കെ ആയിട്ട് ഫെമിലിയറൈസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഈസ് ടേംഡ് ആസ് ഓറിയന്റേഷൻ ഓർ ഇൻജെക്ഷൻ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓറിയന്റേഷൻ അല്ലെങ്കിൽ ഇൻജെക്ഷൻ എന്ന് പറയുന്നത്. All the activity of introducing a new candidate to the organization. നമ്മൾ ഒരു പുതിയൊരു എല്ലാ ആക്ടിവിറ്റീസും ഒരു കാൻഡിഡേറ്റ്സിനെ ഓർഗനൈസേഷനിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും എന്ത് പ്രോസസ്സിൽ ഇൻക്ലൂഡഡ് ആണ്, ഇൻജെക്ഷൻ പ്രോസസ്സിൽ ഇൻക്ലൂഡ് ആണ്. All the activity of introducing a new candidate to the organization and his department are involved in injection process. അപ്പോ നമ്മളൊരു പുതിയ കാൻഡിഡേറ്റ്സിനെ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ്. ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഓരോ ആക്ടിവിറ്റീസും കാര്യങ്ങളും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ചിട്ട്, ഓർഗനൈസേഷനെ കുറിച്ചിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ഒരു ന്യൂ എംപ്ലോയിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഈ ഒരു പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻജെക്ഷൻ പ്രോസസ്. എന്താണ് പറയുന്നത്, ഇൻജെക്ഷൻ പ്രോസസ്. ഓക്കെ, ഇൻജെക്ഷൻ ട്രെയിനിങ് ഫോക്കസ് എക്സ്ക്ലൂസീവ്ലി ഓൺ കമ്പനി ഹിസ്റ്ററി. നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇൻജെക്ഷന്റെ ടൈമിൽ കാൻഡിഡേറ്റ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. കമ്പനിയുടെ ഹിസ്റ്ററിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മെഷർ, നമ്മൾ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ എന്തെല്ലാം ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കണം. കമ്പനി പോളിസീസ് ആൻഡ് മെഷേഴ്സ്, കമ്പനിയുടെ പോളിസീസും മെഷേഴ്സ് ഒക്കെ എങ്ങനെയാണ്. ആൻഡ് ഈസ് ഓഫ്റ്റൻ യൂസ്ഡ് ആസ് എ മീൻസ് ഓഫ് എഫക്റ്റീവ് ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ്. അതേപോലെ തന്നെ നമ്മളൊരു എഫക്റ്റീവ് ലേണിംഗ് അതേപോലെ തന്നെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം, എല്ലാ കാര്യങ്ങളും നമ്മൾ ന്യൂലി അപ്പോയിന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിന്റെ അടുത്ത് പറയും. ദിസ് ടൈപ്സ് വേരീസ് ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ കമ്പനി. ഓരോ കമ്പനി അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും കേട്ടോ, ഡിഫറെന്റ് ആയിരിക്കും. Each company should make the use of the subject matter to go well with its own specific need. It become a necessity that introduction training program is well planned and presented in structure. എന്തുകൊണ്ടാണ് നമ്മൾ ഇൻജെക്ഷൻ അല്ലെങ്കിൽ ഓറിയന്റേഷൻ ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു എംപ്ലോയിനെ നമ്മുടെ കമ്പനിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പൊ ആ ഒരു കാര്യങ്ങൾ നമ്മുടെ കമ്പനിയിലെ സബ്ജക്ട് മാറ്ററിനെ കുറിച്ചിട്ടൊക്കെ അവർക്ക് എന്ത് ചെയ്യണം, ഫെമിലറൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഓറിയന്റേഷൻ ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാംസ് വെൽ പ്രിപ്പയർഡ് ആയിട്ട് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോസസ് ആണ്, എന്നാലും നമ്മളത് അവർക്ക് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. appealing and useful manner regardless of size. അപ്പം സൈസ് ഒന്നും നോക്കുന്നില്ല, അത് എങ്ങനെയാണോ അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മാനറിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. Appropriate injection training is mainly a legal necessity. Legally appropriate injection training നമ്മൾ എല്ലാ എംപ്ലോയീസിനും കൊടുക്കണം. It is a formal duty of the employer to give fresh employee all the significant information and training associated with the job and mainly related to health and safety. അപ്പോൾ നമ്മൾ ഒരു എംപ്ലോയിനെ, ഫ്രഷ് എംപ്ലോയിയെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ എംപ്ലോയറുടെ ഫോർമൽ ഡ്യൂട്ടി ആണ് എന്താണ് സിഗ്നിഫിക്കന്റ് ഇൻഫർമേഷൻസ്, ജോബിനെ കുറിച്ചിട്ടുള്ള സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാം, ട്രെയിനിങ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാം എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്, എംപ്ലോയറുടെ ഉത്തരവാദിത്തമാണ്. സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ ഉണ്ടാവും, നമ്മള്
കെമിക്കൽസോ കെമിക്കൽ ഫാക്ടറിയോ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ജോലിയാണെങ്കിൽ അതിന് കുറച്ച് സേഫ്റ്റി മെഷേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതെല്ലാം എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ എംപ്ലോയിനോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അല്ലാത്ത പക്ഷം അത് അവർക്ക് ബാഡ് ആയിട്ട് അഫക്ട് ചെയ്യും, അവരുടെ ഹെൽത്തിന് അത് ബാഡ് ആയിട്ട് അഫക്ട് ചെയ്യും. സേഫ്റ്റി മെഷേഴ്സും പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, എംപ്ലോയിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നോക്കാം. അക്കോർഡിംഗ് ടു റോബർട്ട് എൽ സ്മിത്ത്, orientation is a process of planned introduction of an employee to their job, their co-workers and the organization. Orientation ആണ് പ്ലാൻഡ് ഇൻട്രൊഡക്ഷൻ ആണ് എംപ്ലോയിനെ കുറിച്ചിട്ട്, ആ ജോബിനെ കുറിച്ചിട്ട്, അവരുടെ കോവർക്കേഴ്സിനെ കുറിച്ചിട്ട്, ഓർഗനൈസേഷനെ കുറിച്ചിട്ട് എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓറിയന്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. Then according to Grace Dessler, orientation is the procedure for providing new employee. ഇതൊരു പ്രൊസീജിയർ ആണ് പുതിയൊരു എംപ്ലോയിക്ക് വിത്ത് ബേസിക് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ അബൌട്ട് ദ ഫേം. നമ്മുടെ ഫേമിന് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയാസ് നമ്മൾ ന്യൂ എംപ്ലോയീസിന് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കിയത് ഓറിയന്റേഷൻ ആണ്, അല്ലെങ്കിൽ ഇൻജെക്ഷൻ എന്ന് പറയും. നമ്മൾ ഒരു ന്യൂ എംപ്ലോയിനെ കമ്പനിയിലേക്ക് സെലക്ട് ചെയ്യുമ്പോൾ അവിടെയുള്ള എംപ്ലോയീസ് ആയിട്ടും ആ ഓർഗനൈസേഷന്റെ സ്ട്രക്ചറും കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്യില്ലേ, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓറിയന്റേഷൻ അല്ലെങ്കിൽ ഇൻജെക്ഷൻ എന്ന് പറയുന്നത്. ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ കാൻഡിഡേറ്റ്സ് ടു ദ ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് ഈസ് കോൾഡ് ഇൻജെക്ഷൻ പ്രോസസ്. മെയിൻലി നമ്മൾ ഇൻജെക്ഷൻ പ്രോസസ്സിൽ ഇൻജെക്ഷൻ ട്രെയിനിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കമ്പനി ഹിസ്റ്ററി, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, കമ്പനി പോളിസീസ് ആൻഡ് മെഷേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ഓരോ കമ്പനിനനുസരിച്ച് അത് വേരി ചെയ്യുന്നുണ്ട്, ഡിഫറെന്റ് ടൈപ്സിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബട്ട് ലീഗലി നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ ന്യൂലി ഫ്രഷ് എംപ്ലോയീസിനും അല്ലെങ്കിൽ ന്യൂലി അപ്പോയിന്റഡ് എംപ്ലോയീസിനും നമ്മൾ ഇന്റൻഷൻ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യണം. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇന്റൻഷൻ പ്രോഗ്രാം ലീഗൽ നെസസിറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണിത്. അപ്പോൾ ഫ്രഷ് എംപ്ലോയിക്ക് സിഗ്നിഫിക്കന്റ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യണം, ട്രെയിനിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ജോബായിട്ട് റിലേറ്റ് ചെയ്യുന്ന ട്രെയിനിങ് കൊടുക്കണം. അതേപോലെ തന്നെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മെഷേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ഇനി റോബർട്ട് എൽ സ്മിത്ത് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാൻഡ് ഇൻജെക്ഷൻ ആണ്, പ്ലാൻഡ് ഇൻട്രൊഡക്ഷൻ ആണ്. ഇതിനെ കുറിച്ചിട്ട് എംപ്ലോയിനെ കുറിച്ച്, എംപ്ലോയിക്ക് ആ ജോബിനെ കുറിച്ച്, അടുത്ത വർക്കേഴ്സിനെ കുറിച്ചിട്ടും ഓർഗനൈസേഷനെ കുറിച്ചിട്ട് ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. എംപ്ലോയി പുതുതായിട്ട് ഒരാൾ പുറത്തുനിന്ന് വന്നൊരു ഔട്ട്സൈഡർ ആണല്ലോ, നമ്മുടെ കമ്പനിയെ കുറിച്ചിട്ട് ഒന്ന് ഫെമിലറൈസ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഒന്ന് റീഡ് ചെയ്ത് നോക്കിയേ എന്താണ് ഇൻജെക്ഷൻ ആൻഡ് ഓറിയന്റേഷൻ ഒന്ന് റീഡ് ചെയ്ത് നോക്കിയേ.
എല്ലാവരും റീഡ് ചെയ്തോ? അനീന, കൃഷ്ണപ്രിയ റീഡ് ചെയ്തോ എല്ലാവരും? ഓക്കെ. എന്താണ് ഇൻജെക്ഷൻ, എന്താണ് ഓറിയന്റേഷൻ മനസ്സിലായല്ലോ? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പർപ്പസ് ഓഫ് ഓറിയന്റേഷൻ ആണ് കേട്ടോ. ഓറിയന്റേഷനെ കൊണ്ടുള്ള പർപ്പസുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫോർമലി വെൽക്കമിങ് ദ എംപ്ലോയി, നമ്മുടെ കമ്പനിയിലേക്ക് ആ ഒരു എംപ്ലോയിനെ നമ്മൾ ഫോർമലി വെൽക്കം ചെയ്യാണ്. ഫോർമലി ആ ഒരു വെൽക്കമിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയും, ഓറിയന്റേഷൻ അല്ലെങ്കിൽ ഇൻജെക്ഷൻ എന്ന് പറയാം. ഓവർകമ്മിങ് ദ ഇനിഷ്യൽ അൺഈസിനെസ് ആൻഡ് ഹെസിറ്റേഷൻ. നമുക്ക് ഒരു ഫേമിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇനിഷ്യൽ എന്തായിരിക്കും, ഒരു അൺഈസിനെസ് ആയിരിക്കും, ഒരു കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ അൺഈസിനെസ്സും ഹെസിറ്റേഷനും എന്താ പറയാ, ഒരു മടിയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാനായിട്ട് ഈ ഒരു വെൽക്കമിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ഓറിയന്റേഷൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എക്സ്ചേഞ്ചിങ് ഇൻഫർമേഷൻസ്, കമ്പനിയുടെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് കാൻഡിഡേറ്റ്സിനോട് എക്സ്ചേഞ്ച് ചെയ്യാം. അതേപോലെ എംപ്ലോയിനെ കുറിച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസും അവരുടെ കരിയർ പ്ലാൻസിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസും നമുക്ക് അക്യൂർ ചെയ്യാനായിട്ട് പറ്റും. അസസിങ് ദ എംപ്ലോയിനെ അസസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ട്രെയിനിങ് എന്തെങ്കിലും ആവശ്യമുണ്ടോ, ട്രെയിനിങ് എക്സ്ട്രാ ട്രെയിനിങ് വല്ലതും പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, അസസ് ചെയ്യാം. അക്ലൈമറ്റൈസിങ് ദ എംപ്ലോയി, നമ്മുടെ ക്ലൈമറ്റ് ഉണ്ടല്ലോ, ഓർഗനൈസേഷന്റെ ക്ലൈമറ്റിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, പറഞ്ഞു കൊടുക്കാം. അത് സേഫ്റ്റി പ്രിക്കോഷൻസ് എന്തെല്ലാം കാര്യങ്ങൾ, ആ എൻവയോൺമെന്റ് ഒന്ന് പരിചയപ്പെടുത്താം. ആ ജോബ് ചെയ്യാൻ എന്തെല്ലാം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യണം, സേഫ്റ്റി പ്രിക്കോഷൻസ് എന്തെങ്കിലും എടുക്കണം, കസ്റ്റമൈസ്ഡ് ഓർ ഇനി എന്തെങ്കിലും സർവീസ് ഉണ്ടെങ്കിൽ അതും കാര്യങ്ങളൊക്കെ നമ്മൾ എംപ്ലോയിനോട് പറയാം. നമ്മളൊരു ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യണമെങ്കിൽ മാസ്ക് യൂസ് ചെയ്യണം, ഗ്ലൗസ് യൂസ് ചെയ്യണം. അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, പ്രിക്കോഷൻസ് എടുക്കണം. ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് അനുസരിച്ച് നമ്മൾ അത് വേരി ചെയ്യും. എന്നാലും ഈ പ്രിക്കോഷൻസ് ഒക്കെ എടുക്കണമെന്ന് നമ്മൾ എന്ത് ചെയ്യണം, എംപ്ലോയിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കൺട്രോളിംഗ് ദ HR കോസ്റ്റ്, നമുക്കറിയാം സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു എക്സ്പെൻസീവ് പ്രോസസ് ആണ്. അതേപോലെ തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഓറിയന്റേഷൻ കൊടുത്തില്ലെങ്കിൽ ഈ ചെലവുകളൊക്കെ നമുക്ക് വീണ്ടും വരും. ആ എംപ്ലോയി മേ ബി നമ്മുടെ സ്ഥാപനത്തിൽ നിൽക്കണമെന്നില്ല, മേ ബി കൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ നോക്കണം. അപ്പൊ നല്ല രീതിയിൽ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ആർക്ക് ന്യൂലി സെലക്ടഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യണം. ഇനി ഡെവലപ്പിംഗ് ടീം സ്പിരിറ്റ്, പുതുതായിട്ട് റിക്രൂട്ട് ചെയ്യുന്ന ന്യൂ എംപ്ലോയീസിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവർ തമ്മിൽ നല്ലൊരു ടീം സ്പിരിറ്റ് ഉണ്ടാവും. ന്യൂ ടീം സ്പിരിറ്റ്, അത് നല്ലൊരു ടീം സ്പിരിറ്റ് നമുക്ക് അത് കാണാനായിട്ട് പറ്റും. ഒരു ടീം വർക്ക് നമുക്ക് കാണാൻ പറ്റും. ഒരു ഇൻജെക്ഷൻ പ്രോഗ്രാമിലൂടെ പുതുതായിട്ട് സെലക്ടഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് തമ്മിൽ നോൺ ആവും, പരിചയത്തിൽ വരും. അതേപോലെ തന്നെ നല്ല രീതിയിൽ അവർക്ക് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ പറ്റും. ഇനി സോഷ്യലൈസിങ് ദ എംപ്ലോയി, നമ്മുടെ ഓർഗനൈസേഷനെ കുറിച്ചിട്ട് ഓർഗനൈസേഷന്റെ വാല്യൂസ്, ബിലീഫ്സ്, സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങളൊക്കെ അവർക്ക് എന്ത് ചെയ്യാണ്, സോഷ്യലൈസ് ചെയ്യാണ്, ഫെമിലറൈസ് ചെയ്യാണ്. അപ്പൊ വർക്കിനെ കുറിച്ചും വർക്കിന്റെ നേച്ചറിനെ കുറിച്ചും, എങ്ങനെയാണ് ഇൻഫോർമൽ ഗ്രൂപ്പ്സുകൾ, എന്താണ് ഫോർമൽ ഗ്രൂപ്പുകൾ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടും. ഓക്കെ, നമുക്ക് നോക്കാം എന്തെല്ലാമാണ് പർപ്പസ് ഓഫ് ഓറിയന്റേഷൻ നോക്കാം. ഫോർമലി വെൽക്കമിങ് ദ എംപ്ലോയി, ഫസ്റ്റ് എന്താണ്, നമ്മളെ കമ്പനിയിലേക്ക് ഫോർമലി വെൽക്കം ചെയ്യുന്ന ആ ഒരു പ്രോസസ് തന്നെയാണ് ഇൻജെക്ഷൻ പ്രോഗ്രാം. ഇൻജെക്ഷൻ എന്ന് പറഞ്ഞാല് ഇൻജെക്ഷൻ പ്രോഗ്രാം ആർ കൺസിഡേർഡ് ബൈ ദ മാനേജ്മെന്റ് ഓഫ് വേരിയസ് ഓർഗനൈസേഷൻസ്. സാധാരണയായിട്ട് എല്ലാ ഓർഗനൈസേഷൻസും ഈ ഒരു പ്രോസസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ആസ് ആൻ ഇവന്റ് ടു ഗ്രീറ്റ് ഫ്രഷ് എംപ്ലോയീസ് ഫോർമലി ത്രൂ ദ പ്രൊസീജിയർ. അപ്പൊ പുതുതായിട്ടുള്ള എംപ്ലോയീസിനെ എന്താണ് ഗ്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻജെക്ഷൻ പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇനി ഓവർകമ്മിങ് ഇനിഷ്യൽ അൺഈസിനെസ് ആൻഡ് ഹെസിറ്റേഷൻ. നമ്മൾ പുതുതായിട്ടൊരു സ്ഥാപനത്തിലേക്ക് വർക്ക് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് നല്ല നെർവസ്നെസ് ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവും. അവിടുത്തെ എംപ്ലോയീസ് എങ്ങനെയാണ്, അവിടുത്തെ മാനേജേഴ്സ് എങ്ങനെയാണ് നമ്മളോട് പെരുമാറുക, അല്ലെങ്കിൽ അവർ ഭയങ്കര ഹാർഡായിട്ടാണ് സംസാരിക്കുക, ജോബിനെ കുറിച്ച് ഏകദേശം ധാരണകളൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. ആ അറ്റ്മോസ്ഫിയറിലേക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. ഇനിഷ്യൽ ടെൻഷൻ ഇൻ ന്യൂ എംപ്ലോയീസ് കൺസേണിങ് ദ ഓർഗനൈസേഷൻസ് കോമൺ. ഓർഗനൈസേഷനെ കുറിച്ചിട്ടുള്ള ആ ഇനീഷ്യൽ ടെൻഷൻ എല്ലാ എംപ്ലോയീസിനും ഉണ്ടാവും. When this nervousness is not handled properly, നമ്മൾ ഈ ഒരു നെർവസ്നെസ്, ഭയം കാര്യങ്ങളൊക്കെ അസ്വസ്ഥതകൾ കറക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ ഇറ്റ് മൈറ്റ് ദ റിസൾട്ട് ഇൻ ക്രിയേഷൻ ഓഫ് നെഗറ്റീവ് പ്രിസംഷൻ. അപ്പൊ ഓർഗനൈസേഷനെ കുറിച്ചിട്ട് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള പ്രിസംഷൻസ്, ധാരണകൾ വരാനായിട്ട് കാരണമാകും. ആൻഡ് അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു ഡിസ്സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഹോസ്റ്റിലിറ്റി. ഡിസ്സാറ്റിസ്ഫാക്ഷനും ആ ഒരു കമ്പനിയോട് ഒരു ശത്രുത തോന്നാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ്. ദിസ് ഇനീഷ്യൽ നെർവസ്നെസ്
and hesitation can easily tackled through orientation. അപ്പൊ ആദ്യത്തെ ആ ഒരു ഇനീഷ്യൽ ആയിട്ടുള്ള നെർവസ്നെസ്, ആ ഒരു അസ്വസ്ഥതയും പിന്നെ ഹെസിറ്റേഷൻ, മടിയും കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യമേ തന്നെ ഓറിയന്റേഷൻ പ്രോസസ്സിലൂടെ തന്നെ ഐഡന്റിഫൈ ചെയ്യാനും അത് സോൾവ് ചെയ്യാനും നമുക്ക് പറ്റും. നേരത്തെ മുൻകൂട്ടി കാണാനും ഇത് ആപ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാനും പറ്റും. ഓക്കെ, ഫോർമലി വെൽക്കമിങ് ദ എംപ്ലോയി നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഓവർകമ്മിങ് ദ ഇനിഷ്യൽ ആൻഡ് അൺഈസിനെസ് ആൻഡ് ഹെസിറ്റേഷൻ. ദെൻ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ആണ്. ഓറിയന്റേഷൻ എന്ന് പറയുന്നത് എംപ്ലോയിക്കും ഓർഗനൈസേഷനും തമ്മിൽ ഇൻഫർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. ഓർഗനൈസേഷൻ എംപ്ലോയിക്ക് നമ്മുടെ ജോബിനെ കുറിച്ചിട്ടും ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ചിട്ടും വ്യക്തികളെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യും. അതേപോലെ തന്നെ അവർക്ക് ട്രെയിനിങ് പ്രോഗ്രാം, ഡെവലപ്മെന്റ് പ്രോഗ്രാം, കരിയർ ഓപ്പർച്യൂണിറ്റീസ്, ഗ്രോത്ത് പ്രോസ്പെക്ടസ് കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതിന് റിട്ടേൺ ആയിട്ട് എംപ്ലോയീസ് എന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണേ, അവരുടെ ബാക്ക്ഗ്രൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങള്, അവരുടെ എന്താ പറയുക കരിയർ പ്ലാൻ എന്താണ് എന്നുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമ്മളോട് എക്സ്ചേഞ്ച് ചെയ്യും. The organization enable the employee to know about the job, department and the people. Organization എന്താ പ്രൊവൈഡ് ചെയ്യണേ, ആ എംപ്ലോയിക്ക് വേണ്ട നമ്മുടെ ജോബിനെ കുറിച്ചിട്ടും ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ചിട്ടും വ്യക്തികളെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യും. For example, the organization can provide training and development programs. അതേപോലെ തന്നെ ഓർഗനൈസേഷന് ട്രെയിനിങ്ങും ഡെവലപ്മെന്റും പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യാം. ഫോർ എൻഹാൻസിങ്, ഇംപ്രൂവിംഗ് ദ കരിയർ ഓപ്പർച്യൂണിറ്റീസ്. എംപ്ലോയീസിന്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ട്രെയിനിങ്ങും ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യാം. ആൻഡ് ഗിവിംഗ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഗ്രോത്ത് പ്രോസ്പെക്ട്സ് അവൈലബിൾ ടു ദ എംപ്ലോയീസ്. അപ്പൊ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാം, ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യാം, ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാം. In return, the organization can also get information about the employees. ഇതിന് പകരമായിട്ട് ഓർഗനൈസേഷൻ എന്ത് കിട്ടുന്നുണ്ട്, ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്. ഇതിനെ കുറിച്ചിട്ടുള്ളത് എംപ്ലോയിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്. their background, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, their individual career plan എന്താണെന്നുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് അതിന് പകരം നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പർപ്പസ് ആണ് അസസിങ് ദ എംപ്ലോയീസ്. ലാസ്റ്റ് ആ ഒരു പോയിന്റ് കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. അസസിങ് ദ എംപ്ലോയി ആണ്. നമ്മൾ ആ എംപ്ലോയിനെ നല്ല രീതിയിൽ അസസ് ചെയ്യാം. അവർക്ക് വേണ്ട എന്തെങ്കിലും ട്രെയിനിങ് ആവശ്യമുണ്ടോ, അതേപോലെ തന്നെ സെലക്ഷൻ ഇനി മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അസസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാൻസ് ആണ്. എംപ്ലോയിനെ കുറിച്ച് കാര്യങ്ങൾ അസസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാൻസ് ആണ് എന്ത്, ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഈവൻ ത്രൂ ദ സെലക്ഷൻ പ്രോസസ് ഹാസ് അസസ്ഡ് ദ ട്രെയിനിങ് നീഡ് ഓഫ് ദ എംപ്ലോയീസ് ബിഫോർ ഹാൻഡ്. Ingestion gave the organization another chance to repeat it. എന്നുവെച്ചാൽ ഓൾറെഡി നമ്മൾ സെലക്ഷൻ സമയത്ത് ട്രെയിനിങ് പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ വേണമെങ്കിൽ നമ്മൾ അസസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഒന്നും കൂടി വേറെ എന്തെങ്കിലും ട്രെയിനിങ്സോ മറ്റു കാര്യങ്ങളോ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ടോ എന്ന് അസസ് ചെയ്യാനായിട്ട് എന്ത് ഓറിയന്റേഷൻ ആൻഡ് ഇൻജെക്ഷൻ ഒരു പരിധി വരെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ലാസ്റ്റ് പോർഷൻ എടുത്തത് ഓറിയന്റേഷൻ ആണ്. നല്ല രീതിയിൽ നോക്കാം, പർപ്പസ് ഓഫ് ഓറിയന്റേഷനും നല്ല രീതിയിൽ ഒന്ന് റീഡ് ചെയ്യാം. ഓക്കെ, ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ അത് കംപ്ലീറ്റ് ചെയ്യാം. ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഫുൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ഞാൻ 4th പോയിന്റ് വരെയാണ് ഇന്ന് എടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.